അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് വാതിലിന്റെ വാതിക്കൽ CCTV കൊണ്ടുപോയി. CCTV ഡിസ്ക് എടുത്തു. വേറെ നിലവിൽ ഇൻക്വസ്റ്റ് എപ്പം കഴിയുമല്ലോ? ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു. ഇപ്പൊ SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ 2-3 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഐ എം ബാക്ക്. ബ്രേക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന കാര്യം എനിക്കറിയില്ല, കാരണം എൻ്റെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു കേസസ് എടുത്ത് നോക്കുകയോ റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കൂളായി കാമായി റിലാക്സായി 3 ദിവസം ഒരു റെസ്റ്റൊക്കെ എടുത്ത് ഇനി ഒരു 2-3 ദിവസമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ വരാം എന്ന് കരുതിയപ്പോഴാണ് ഇന്നലത്തെ കേസ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത മൈൻഡിൽ. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത കോട്ടയം സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? തിരുവാതിക്കൽ. ഞാനത് എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചില വേർഡ്സൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് കറക്റ്റ് മിസ്സായിപ്പോൾ. തിരുവാതിക്കലിൽ നടന്ന ഇരട്ട കൊലപാതകം. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ന്യൂസിനെ പറ്റി കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം കൊലയ്ക്കൊരു മാറ്റമുണ്ട്. പൊതുവെ ഒരു കൊലയൊക്കെയാണ് അല്ലേ, ഇത് ഇരട്ട കൊലപാതകമാണ്. ഒരേ സമയം 2 ആളെയാണ് കൊന്നിട്ടുള്ളത് എന്ന് തന്നെ പറയണം. കാരണം ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വ്യക്തമായി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്ലാൻഡ് മേർഡർ ആണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോട്ടയം തിരുവാതിക്കൽ, അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഓഡിറ്റോറിയം, അതിൻ്റെ കൂടെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വിജയകുമാർ, ഏജ് എനിക്ക് തോന്നുന്നു 62 ആളുടെ ഭാര്യ മീര ഡോക്ടറാണ്, 60 വയസ്സ്. ഇവർ 2 പേരുമാണ് ഈ മരണം ഇവർ 2 പേരെയാണ് കൊന്നത്. ഇവർക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത്. പെൺകുട്ടി US-ലാണുള്ളത്. ആൺകുട്ടി 2017 ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ആൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണ് എന്ന രീതിയിലാണ് കേസൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ അത് കൊലപാതകമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ അച്ഛനും അമ്മയും ഹൈക്കോടതിയിൽ പോയി കേസ് വാദിച്ചു. 2017 നടന്ന കേസ് വാദിച്ച് 2025 കഴിഞ്ഞ മാസം എന്ന് വെച്ചാൽ മാർച്ചിൽ CBIക്ക് അന്വേഷണം കൊടുക്കാനുള്ളൊരു വിധി വന്നു. 2017 നടന്ന കൊലപാതകം 2025 മാർച്ചിൽ നമ്മുടെ ഹൈക്കോടതി അതിനുള്ളൊരു വിധി വന്നു. ആ വിധി വന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ 2 പേരുടെയും ഒരു കൊലപാതകം നടന്നത്. നോട്ട് ദ പോയിന്റ്. ഇതൊരു പ്ലാൻഡ് മേർഡർ ആണെന്ന് ഞാൻ പറയാനുള്ള എൻ്റെ കാരണം ഈ ന്യൂസ് കംപ്ലീറ്റ് കേൾക്കുന്ന ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാവും. ഫസ്റ്റ് റീസൺ പ്ലാൻഡ് മേർഡർ എന്ന് പറയാനുള്ള കാരണം, ഒന്ന് ഇവരുടെ വീട്. ഇത്രയും വലിയ വീടിൽ ഉള്ളിൽ കയറി ആ വീടിൻ്റെ പുറത്തും വീടിൻ്റെ ഉള്ളിലും CCTV ഉണ്ട്. രണ്ടാമത്തത് ഒരു കൊലപാതകത്തിനുപരി ഒരു മോഷണത്തിനാണ് പോകുന്നതെങ്കിൽ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണം. ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ കറക്റ്റ് ഈ വീടിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കേ കയറാൻ പറ്റൂ. ഇപ്പോൾ ഒരു ചെറിയൊരു വീടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ 2 റൂം അത് ഇതെന്ന് കാണുമെങ്കിലും ഇത്രയും വലിയ വീട്, ഇത്രയും വലിയ മതിൽ, ഗേറ്റ് കടന്ന് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു അറിവ് കിട്ടണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കേ പോകാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പ്ലാൻ മേർഡർ എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളത്തെ CCTV, വീടിൻ്റെ ഉള്ളത്തെ CCTV ഫുട്ടേജ് മിസ്സിങ് ആണ്. അത് ഈ ചെയ്ത ആൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ CCTV ഇവിടെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ അറിയുന്നൊരു പെർട്ടിക്കുലർ പേഴ്സൺ ആവാം. ആൻഡ് സെക്കൻഡ് തിങ്, ആ വീട്ടിൽ പട്ടികളുണ്ട്. അതിൽ ഒരു പട്ടി ഓൾറെഡി മരിച്ചു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പട്ടി അൺകോൺഷ്യസ് ആയി കിടക്കുന്നുണ്ട് എന്ന്. ഫോർ ആൻ എക്സാമ്പിൾ, അവിടെ ആര് വന്നാലും അതൊന്നും റിയാക്റ്റ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ അൺകോൺഷ്യസ്ലി കിടക്കുന്നുണ്ട് എന്ന്. അപ്പം പട്ടി ഉണ്ട്, പട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കണമെങ്കിൽ തന്നെ ഈ പരിചയമുള്ള ആൾക്കാരല്ലേ പട്ടീൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ഉള്ളിൽ കയറിയതും കാര്യങ്ങളൊക്കെ പണ്ടുണ്ട്. സോ ഫ്രം ഓൾ ദിസ് തിങ് നമുക്ക് മനസ്സിലായി അറിയുന്ന വീടും വീട്ടുകാരുമായി കണക്ഷനുള്ള ഒരാൾ പ്ലാൻ ചെയ്ത് കൊല്ലണം എന്ന ഒരു മോട്ടീവിൽ മാത്രം നടന്നിട്ടുള്ളൊരു കേസാണിത്. ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു. ഇപ്പൊ SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. അപ്പം പോലീസ് ഇപ്പൊ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. അവരെ ഒരു ആസാംകാരെ ഒരുത്തൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. അവൻ്റെ മൊബൈൽ, ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു.
ആ മോഷ്ടിച്ചതിൻ്റെ പുറത്ത് പിന്നെ പറഞ്ഞു വിട്ട് ഒരു ദിവസം പകൽ ഇവിടെ വന്ന് ഈ ഗേറ്റ് ചാടിക്കടന്ന് വിഷയം ഉണ്ടാക്കി ആ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അത് അങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇടാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ഒന്നുമല്ല. മൊബൈൽ മോഷ്ടിച്ചതിന് പിടിച്ചുകൊണ്ട് പോയതൊന്നുമല്ല. ചേട്ടൻ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കും അറിയില്ല ചേട്ടാ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കറൻ്റ്ലി ഈ കേസിൽ എല്ലാവരുടെയും ഒരു ഫോക്കസ് നേരെ പോയിരിക്കുന്നത് ആസാം സ്വദേശിയിലാണ്. എന്ന് വെച്ചാൽ ആളുടെ പേരെന്തായിരുന്നു? അമിത് എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശി ആ വീട്ടിൽ, എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ വീട്ടിൽ പണിയൊക്കെ ചെയ്തുകൊണ്ട് നിന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇയാൾ നമ്മുടെ വിജയകുമാറിനെ പറ്റിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വഴി കുറച്ചധികം പൈസ കൈക്കലാക്കി. അത് പിന്നെ വിജയകുമാർ കണ്ടുപിടിക്കുകയും പോലീസിൽ കേസ് കൊടുക്കുകയും ഈ പെർട്ടിക്കുലർ വ്യക്തി കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരികയും അങ്ങനെ ജയിലിൽ കടന്നു വന്നതിന് ശേഷം ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയും ആ ദേഷ്യം ഇയാൾക്ക് വിജയകുമാറിനോട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അതിലൊക്കെ ചാടി കടന്ന് വന്നിട്ട് വിജയകുമാറിൻ്റെ വീട്ടിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് ഈ പെർട്ടിക്കുലർ ആൾ പറഞ്ഞൊരു സാധനം. ഇത് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു കേസ് ഉണ്ടായത് കൊണ്ട് തന്നെ ആൾക്കാരുടെയൊക്കെ ഫസ്റ്റ് ഫോക്കസ് പോകുന്നത് ഈ അമിത്തിലോട്ടാണ്. എന്ന് വെച്ചാൽ ഈ ആസാം സ്വദേശി അദ്ദേഹത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്ത് വന്ന് ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. അവിടെ എനിക്ക് വരുന്നൊരു സംശയം, പൈസ മോഷ്ടിച്ച ഒരാളാണ് ഈ ആസാം സ്വദേശി. ഓക്കെ, അപ്പോൾ ഇവിടെ ആസാം സ്വദേശിയിൽ വന്നൊരു എൻ്റെ ബേസിക്കലി എൻ്റെ മൈൻഡിൽ വന്നൊരു ഡൗട്ടാണ്, അന്ന് പൈസ മോഷ്ടിച്ച ആൾക്ക് ഇന്നിങ്ങനെ ഒരു വീടും ഇത്രയും ഫ്രീ ആയി കിട്ടിയിട്ട് അവിടുന്ന് ഒരു സാധനം എന്തുകൊണ്ട് മോഷ്ടിക്കാൻ തോന്നിയില്ല എന്നൊരു തോട്ട് വന്നു. പിന്നെ ഒരു കൊലപാതകത്തിലോട്ട് നയിക്കാവുന്ന അല്ലെങ്കിൽ ബ്രൂട്ടലി ഇങ്ങനെ ഉപദ്രവിക്കാൻ രീതിയിൽ നയിക്കാവുന്ന ഒരു മെൻറ്റാലിറ്റി ആ പെർട്ടിക്കുലർ പേഴ്സണ് വരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ആക്ഷൻ നടന്നോ അറിയില്ല. ഇനി ഇയാളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണോ അതിന് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാട്ടുകാരാണെങ്കിലൊക്കെ ഇയാളുടെ ഒരു പേര് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. കാരണം അന്ന് ജയിലിലിട്ടതിൻ്റെ പേരിലുണ്ടാക്കിയ ഒരു ഒച്ചപ്പാടും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം അത് മുതലെടുത്തുകൊണ്ട് ആരെങ്കിലും ഇതിൻ്റെ ബാക്കിൽ കളിച്ചോ എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു കേസ് കിട്ടിയവരുടെ വീട്ടുകാർ പറയുന്നുണ്ട്, ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ CBIക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു. അവസാനം CBIക്ക് കേസ് വിട്ടു. ഇപ്പോൾ അത് ലാസ്റ്റ് ലാപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ള രീതി, അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾക്ക് CBIക്ക് കേസ് കൊടുക്കുന്നതിനെതിരെ അല്ല, ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി പോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ രണ്ടാമത് ഒരു ടോപ്പിക്കിലോട്ട് വന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, മകൻ്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് പോലീസ് കണ്ടുപിടിച്ചപ്പോൾ അല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞ് വിജയകുമാർ വരികയും അപ്പോൾ അതിനെതിരെ ഹൈക്കോർട്ട് പോയിട്ട് അത് CBIക്ക് അന്വേഷിക്കാനുള്ള ഒരു അവകാശം തീരുമാനത്തിലോട്ടൊക്കെ കഴിഞ്ഞ മാസം എത്തിയിരുന്നു. അപ്പം ആ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള ആളാണോ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ചെയ്തത് എന്നൊരു സംശയം വരും. കാരണം ഇപ്പോൾ CBIയുടെ പെർമിഷനിൽ ആ കേസ് വന്നു. CBIക്കാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ ആളെ കണ്ടുപിടിക്കുമ്പം അയാളുടെ രക്ഷ നേടാൻ വേണ്ടി ഈ പർട്ടിക്കുലർ വ്യക്തിനെയും കൂടെ കൊന്നാൽ ഇനി അതിൻ്റെ പേരിലൊരു ടോപ്പിക്ക് വരില്ലേ എന്നൊരു സാധനം വരും. ഇപ്പം ഇതിലൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ കിടക്കുന്നുണ്ട്. അപ്പം അയാൾ മകനെ ചെയ്തു, അത് പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അച്ഛനെയും അമ്മേനെയും ചെയ്യുന്നു. അപ്പം മകനെ എന്തിനു ചെയ്തു? ഇനി മകൻ്റെ കാരണത്താലാണോ മകനെ ചെയ്തത്, അല്ലെ അച്ഛനോടും അമ്മേനോടുള്ള വാശീൻ്റെ പുറത്താണോ മകനെ ചെയ്തത്? അപ്പം ഇവിടെ ഇവരുടെ ഇടയിൽ ഒരാളുണ്ട്. പക്ഷേ നാട്ടുകാരോ ചുറ്റുള്ള ആൾക്കാരോ ഒന്നും ഇത് പറയുന്നില്ല. അല്ലെങ്കിൽ ഇവർക്കൊരു ശത്രുക്കളുണ്ട് എന്ന കാര്യങ്ങളൊന്നും നാട്ടുകാരും പറയുന്നില്ല. ബട്ട് ഓവറോളായിട്ട് ഇതിങ്ങനെ ഈ മൂന്നും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളുണ്ട് എന്നും അയാൾ ഇവനെ കൊണ്ട് ചെയ്യിച്ചോ, ഈ അമിത്തിനെ കൊണ്ട് ചെയ്യിച്ചോ, അല്ല അമിത്ത് ചെയ്യിപ്പിച്ചോ എന്നുള്ളതൊക്കെ. രണ്ടാമത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും ഒന്ന് നിന്നു പോകരുത് എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ US പെങ്ങൾ പുറത്ത് വന്ന് സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഏട്ടൻ്റെയും മരണത്തിന് കാരണമായിട്ടുള്ള ആളെ കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ നിൽക്കണം എന്നൊരഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയും TV-യും എത്ര കാലം ഇത് ഡിസ്കസ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബിക്കോസ് കേസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സീരിയസ്നെസ് ഇങ്ങനെ പോകും.
അപ്പം മകള് നടന്ന ഓക്കെ ഞാനും ഇനി ഇതിൽ ഇടപെട്ടിട്ട് എനിക്കും പ്രശ്നം വരണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡിൽ മാറി നിൽക്കാണ്ട് കണ്ടുപിടിക്കണം. അതിൻ്റെ എൻഡ് വരെ അവരെന്ത് ചെയ്യണം, മത്സരിക്കണം, അല്ലെങ്കിൽ എൻഡ് വരെ എഫോർട്ട് എടുക്കണം എന്നൊരു ഒപ്പീനിയനും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ചിലപ്പോൾ ഇതൊരു ആശ്പൂഷായി പാവം അവിടെ കിടക്കുന്ന അമിത് തെറ്റുകാരനല്ലെങ്കിൽ, അല്ല അമിത്തിൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ട് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അമിത്തിനെ മെല്ലെ ഇതിലോട്ടിട്ട് എസ്കേപ്പ് ആവാനുള്ളൊരു പ്ലാനിങ്ങും നടക്കും. പൊതുവേ നമ്മൾ കാണുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്നതാണ് ഈ ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ സോ കോൾഡ് പുറമെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ എനിമീസ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും ദേഷ്യവും ഈഗോയും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പണം വലിയൊരു വില്ലൻ തന്നെയാണ്. ഇനി മകൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കൊലപാതകമാണ് എന്നുറപ്പിക്കാൻ വേണ്ടി. അപ്പം അതും കൂടെ ഒന്ന് കാണാം. ഈ മരിച്ച ഗൗതമിൻ്റെ കാറിൽ നിറയെ രക്തയമായിരുന്നു, ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഡോറിലും എല്ലാം. അത്രയും ഗുരുതരം. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ വളരെ ഗുരുതരമാണ്. കഴുത്തിന് 3-4 ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ആ പരിക്കുകൾ ഒരിക്കലും സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകളാവില്ല. സ്വയം ഉണ്ടാക്കുന്നതാണ് ഒരു കുത്തുമ്പോഴേ, ഒരു പരിക്കുണ്ടാക്കുമ്പോഴേക്ക് തന്നെ തളർന്നു പോകും. അത് കഴിഞ്ഞിട്ട് 204 മീറ്റർ ദൂരെ സഞ്ചരിച്ച് റെയിൽവേ ട്രാക്കിൽ ചാടുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. എൻ്റെ പത്നിയും സ്വന്തം മകൻ്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണിത്. വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമാണ്. വക്കീൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സ്വന്തം മകൻ്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്തോ ഒരു കാര്യം വക്കീലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കള്ളം പറയാത്ത 2 ആൾക്കാരുണ്ടാവുക. ഒന്ന് നമ്മുടെ വക്കീലും ഒന്ന് നമ്മുടെ ഡോക്ടറും. ഡോക്ടറെ അടുത്ത് നിന്നിട്ട് വയറുവേദന ഉണ്ടായിട്ട് വയറുവേദനയല്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടുക. നമ്മളൊരു വക്കീലിനെ വിളിച്ച് നമ്മളുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ കേസ് വക്കീലിന് പുറത്തോട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പർട്ടിക്കുലർ ആൾക്ക് അറിയായിരുന്നു. എന്ന് വെച്ചാൽ ഫോർ എൻ എക്സാമ്പിൾ വിജയകുമാറിന് അറിയായിരുന്നു. അപ്പോൾ വിജയകുമാർ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വക്കീലിനടുത്ത് പറഞ്ഞില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു സാധനം ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതിൽ പിടിച്ച് കയറിയാൽ മതി. ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ഒരു സാധനം കേട്ടാൽ അറിയാം, ഒന്നിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. ഒന്നിലധികം മുറിവുണ്ടായ ഒരാൾ നേരെ പോയി ട്രാക്കിൻ്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്തു. ട്രാക്കിൻ്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ മേത്ത് എന്തിനാണ് മുറിവുണ്ടാക്കിയത്? ആൻഡ് വെറുതെ ഒരു മനുഷ്യനൊന്നും മേത്ത് മുറിവുണ്ടാക്കാൻ പറ്റില്ല. ഒരാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു മുറിവൊക്കെ ഉണ്ടാക്കുക എന്നല്ലാണ്ട് കുറേ മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. കുറേ മുറിവുകൾ ഉണ്ടാക്കാൻ ഹീ ഈസ് എ സൈക്കോപാത്ത് ആയിരിക്കണം. അപ്പോൾ ആ പെർട്ടിക്കുലർ ഗൗതം എന്ന് പറയുന്ന ഒരാൾ സൈക്കോപാത്ത് ആണ് എന്ന രീതിയിലുള്ള അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുത്തിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളോ കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പോൾ എങ്ങനെ ഈ ഒന്നിലധികം മുറിവ് വന്നു? ഒന്നിലധികം മുറിവ് വന്ന് അത് കാറിൻ്റെ മേത്ത് ഫുള്ള്, അല്ലെങ്കിൽ കാറിൻ്റെ സീറ്റിലോ അല്ലെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിൽ ഫുള്ള് കണ്ട് പിന്നെ അവിടെ നിന്ന് അവന് യാത്ര ചെയ്ത് 3 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോയി ആത്മഹത്യ ചെയ്യാം. ഇതൊക്കെ ഒരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് പോലീസുകാർ ഇതിങ്ങനെ ആക്കിയത്? ഈ ചെയ്ത ആൾക്കാർ പോലീസുകാരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രൈപ്പോഡ് ഞാനും കൂടെ വീണാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിലൊക്കെ കുറച്ച് ബുദ്ധിയൊക്കെ ഒന്ന് ഉണർത്തി നമ്മൾ ഒന്ന് മര്യാദയ്ക്ക് പണിയെടുത്താൽ പെട്ടെന്ന് കിട്ടും. ഈ കേസ് അന്ന് ഡിസ്കഷനിലായിരുന്നോ, അന്ന് ഞാൻ ഈ കേസ് കേട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം 2017 നടന്ന കേസാണ്. എത്ര ശ്രദ്ധ കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ബുദ്ധിയിൽ ഈ വക്കീൽ പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 100% ഷുവറാണ് ഇതൊരു ആത്മഹത്യയല്ല എന്നുള്ളത്. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണോ ഇനി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അമിത് എന്ന് പറയുന്ന ഒരാളുടെ പുറകെ മാത്രം ചുറ്റിപ്പറ്റി പോവാണ്ട് ഈ ഒരു ലെവലിലും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം
അമിത്തിനെ വെച്ച് ആരെങ്കിലും പുറകിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെയും കൂടെ പുറത്തോട്ട് കൊണ്ടുവരണം. ഓരോ കേസിനെ പറ്റി സംസാരിക്കുന്ന സമയത്തും സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ആ കേസ് ഇരുന്ന് കേട്ട് മനസ്സിലാക്കി റെഫറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ കേസ് സംസാരിക്കുക സീരിയസ്ലി. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മളുടെ മനസ്സിൽ വന്ന ആശയങ്ങളൊക്കെ കൂടി ഇതൊക്കെ ആയിരിക്കാം, ഈ രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈ രീതിയിൽ ഇതിൻ്റെ ആംഗിൾ പോയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുമ്പോഴാണ് ഈ ഫെല്ലക്ക് എന്തായാലും അവർ മാറില്ല, നമുക്ക് നമ്മുടെ ഒപ്പീനിയനെങ്കിലും ഇതിൽ കൂടെ വന്ന് പറയാം. കുറേ കേസുകൾ ഇപ്പോഴും ചർച്ചയിലുള്ളതുണ്ട്. ചർച്ച ഉണ്ടായിട്ട് തീരുമാനം ഇല്ലാണ്ട് അവിടെ മൂലയ്ക്ക് കടക്കുന്ന കുറേ കേസുകളുണ്ട്, അല്ല ഒന്നും ആവാണ്ട് നിൽക്കുന്ന കുറേ കേസുണ്ട്. ആയാലും അതിനൊരു തീരുമാനമാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താണ്ട് ഇപ്പം ഈ കാണുന്ന പോലെ ഇരട്ട മാറി അത് 3, 5, 4, 6, 8 ആവുന്ന അവസ്ഥയിലോട്ട് പോവാണ്ട് നിൽക്കാൻ എല്ലാവരും ഒന്ന് സ്ട്രോങ് ആവണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, അടുത്തൊരു വിഷയമായിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു.